പറഞ്ഞ പോലെ സ്ത്രീകളോട് പൊതുവെ നമ്മള് പ്രായം ചോദിക്കാൻ പാടില്ലെന്ന് പറയും. എന്നാലും സെലിബ്രിറ്റിയോട് ഞാൻ ചോദിക്കുകയാണ്, ചേച്ചി ഏതാണ്ട് എത്ര പ്രായമുണ്ട്, ചേച്ചി എത്ര പ്രായമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാലും നമ്മളിപ്പോ കാണുന്ന സമയത്ത് ഒരു 26, 27 ഒക്കെ പറയത്തുള്ളൂ. സത്യത്തിൽ എത്ര ഉണ്ട് ഏജ്? 35+ ഉണ്ടോ? ഉണ്ടാ? എത്ര ഉണ്ട്? 40 കടന്നാ? 40, എക്സാക്ട് 40. എന്നാലും ചേച്ചി 40 ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാനും ഈ പറഞ്ഞ പോലെ പാട്ട് പാടാനും പിള്ളേരുടെ ആ ഒരു അത്രയും എനർജിയിൽ കട്ടയ്ക്ക് പിടിച്ചിരിക്കാനും? ആദ്യം പറഞ്ഞ കാര്യം ഡാൻസ് കളിക്കുക എന്നുള്ളത് എങ്ങനെയെന്ന് ചോദിക്കരുത്, അതൊക്കെ തട്ടിക്കൂട്ട് മാത്രമേ ഉള്ളൂ. എനിക്കറിയാം, പക്ഷെ അങ്ങനെ പാടാ. ഇപ്പൊ ഒരു ഉച്ചയാകുമ്പോ അമ്മ എടുത്തോണ്ട് വരും, ഇത് കളിക്കാന്ന് പറയും. അന്നേരം തൊട്ട് എടുക്കുന്നോടം വരെ കളിയായിരിക്കും. എടുപ്പിച്ചായിരിക്കും പതിയെ നന്നാവും. നല്ലോണം പണിയെടുക്കുന്നുണ്ടോ? അങ്ങനെയില്ല, എന്നാ പറഞ്ഞേ, എനിക്ക് എല്ലാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എനിക്കറിയാം, ഞാൻ വളരെ മോശം ഡാൻസ് കളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്തോ നമുക്ക് ഇവളൊരിക്കലും എന്നെ കാണിച്ചിങ്ങനെ എന്താ ഒരു ഹിന്ദിക്കാരും അല്ലേ, ഇൻസ്റ്റയില് നമ്മൾ കുറെ കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ ഇവളൊന്നും അമ്മ നമുക്കും ചെയ്യാം. അപ്പൊ ഇവരൊരു അതാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ആരും ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഒരു 12 ഇവര് 10-12 വർഷമായിട്ട് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 2 വർഷം, ഒരു 1.5 വർഷത്തോളമായിട്ട് വെസ്റ്റേൺ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഉള്ള ആഗ്രഹമാണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ ഇവരുടെ ആഗ്രഹം നമുക്കൊന്ന് ചെയ്യാം. എനിക്ക് പറ്റുന്ന സംഭവമുണ്ട്, അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അമ്മയ്ക്ക് പാട്ടറിയാം, താളമുണ്ട്, അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ ആർക്കെങ്കിലും മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോ കമന്റ് ചെയ്യുക ഇത് ആരാ എന്നുള്ളത്. അങ്ങനെ കമന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറഞ്ഞ പോലെ മോം ഡോട്ടർ എന്ന് പറയുന്ന ഒരു ടൈറ്റിലില് ഈ പറഞ്ഞ പോലെ ഡാൻസ് കളിച്ച് എപ്പോഴും വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന 2 ആൾക്കാരാണ് ഈ പറയുന്ന പോലെ. ചേച്ചി, നമ്മുടെ ഈ പ്രായത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ ഫാഷന്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിലാണെങ്കിലും പുള്ളിക്കാരത്തി അപ്ഡേറ്റഡാ. ഈ 40 വയസ്സുകാരി ആ കാര്യത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങളെക്കാൾ അപ്ഡേറ്റഡാ. ചേച്ചി പറഞ്ഞ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ചേച്ചിയുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട് ചേച്ചി ഭയങ്കര ആ കാര്യത്തിൽ അപ്ഡേറ്റഡ് ആണെന്നുള്ളത്. ഇതൊക്കെ എങ്ങനെ ഇത്ര അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്? എങ്ങനെ പിള്ളേർ കാരണമാണോ? പിള്ളേരും അങ്ങനെയൊന്നുമില്ല, നമുക്ക് ചേരുന്നത് മാത്രം നമ്മള്, അതായത് എല്ലാ ഡ്രസ്സൊന്നും നമുക്ക് ചേരില്ലല്ലോ. അപ്പൊ നമ്മുടെ ഒരു പ്രകൃതത്തിന് ചേരുന്നത് ഞാൻ ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്ക് ഒരു ഡ്രസ്സും ഇല്ല. അങ്ങനല്ല ഡ്രസ്സ് ഞാൻ പറയാൻ വന്നത് കംപ്ലീറ്റ് ആയില്ല. പുള്ളിക്കാരൻ വാങ്ങിച്ച് തരാത്തതായിട്ട് ഞങ്ങൾക്ക്, എന്ന് വെച്ചാൽ പുള്ളി വരും, ചേരുന്നതാണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ ഇല്ല. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ചില ഇത് കാണുമല്ലോ, ചില പാറ്റേൺ, ചില കളർ. പുള്ളിക്ക് ചില കളർ ഒട്ടും ഇഷ്ടമല്ല. വയലറ്റ്, പിങ്ക്, ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. ഇവര് കൊച്ചായിരുന്നപ്പോൾ നമ്മള് പെൺപിള്ളേരല്ലേ, അപ്പൊ പിങ്ക് ഡ്രസ്സ് ഇടിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. ഒരൊറ്റ ഡ്രസ്സ് പോലും പിങ്ക് വാങ്ങിക്കൂല. വെച്ചാൽ ഇഷ്ടമില്ലാത്ത കളർ പുള്ളിക്ക് ഇഷ്ടമില്ല. പുള്ളിക്ക് ഇഷ്ടമുള്ള ചില ഇതുണ്ട്. അങ്ങനെ വൈറ്റ് മാത്രമേ ഉള്ളൂ. വൈറ്റ് മടി പാല കച്ചായമാരൊക്കെ അല്ല ആ സൈഡ് പാല കാഞ്ഞിരപ്പള്ളിക്കുള്ള ആൾക്കാർ ആ ഒരു സ്റ്റൈൽ അത്രേ ഉള്ളൂ. പുള്ളിക്കാരന്റെ ഒരു താല്പര്യം കൂടെ ഉണ്ട്. നമ്മളെ തന്നെയല്ല, നമുക്ക് തന്നെയൊന്നും അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തന്നെ പോയാലും ചിലപ്പോൾ നമുക്ക് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം തിരിച്ചു പോരും. പിന്നെ പുള്ളിയും കുട്ടിയും കൂടെ പോകും. അങ്ങനെയാ. അപ്പൊ പുള്ളിയുടെ ഒരു ഇതും കൂടെ ഉണ്ട്, സജഷൻ എടുത്തോണ്ട് വരും നല്ലാന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെയാണ്. സൂപ്പറാണെന്ന് നിങ്ങൾ പറയുന്നത്. ഇവർ ഇനിയിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരിക്കും, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ പ്രൊഫഷൻ എന്താണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞോ. എന്താ ആക്ച്വലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആക്ച്വലി 3 പിള്ളേരുണ്ട് നമുക്ക്, 4 പിള്ളേരുണ്ട്, 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടി. ബാക്കിയുള്ള പിള്ളേരൊക്കെ എന്ത് ചെയ്യും? ഒരാള് ഇന്ന് +1 എക്സാമാ, ഫൈനൽ എക്സാം നടക്കുക. പുള്ളിക്കാരി ഒരു സിനിമയിലൊക്കെ അഭിനയിച്ചു. അപ്പോ പുള്ളിക്കാരിക്ക് ഇന്ന് വരാൻ പറ്റാത്ത എക്സാം ആയതുകൊണ്ടാണ്. ഒരാൾ കൂടെ വന്നിട്ടുണ്ട്. ആളെ നമ്മള് പതുക്കെ ഇങ്ങോട്ട് വിളിക്കാതെ ചെറിയൊരു നാളെ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ നമ്മൾ ബാക്കിൽ ഇരുത്തിയൊക്കെയാണ്. പക്ഷെ ആളെ നമ്മൾ അവസാനം കൊണ്ടുപോകും. ഇന്ന് ആനിവേഴ്സറിയാ, അപ്പൊ അവന് വരുന്നില്ല. ഇയാൾ എന്താ ചെയ്യുന്നത്? ഏഞ്ചലീന +2 കഴിഞ്ഞു. വീട്ടിലിരിക്കുകയാണ്. പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്, അബ്രോഡ് പോകാനല്ലേ? ഓക്കെ.
ഓസ്ട്രേലിയയിലേക്ക് പോകാൻ നോക്കും. നേഴ്സിംഗ് നമ്മളെ റീൽസ് ഒക്കെ ഇപ്പൊ പതുക്കെ അത് ചിലപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെ ഇരുന്ന് ചെയ്യുമായിരിക്കും. എന്നിട്ട് കൊളാബറേറ്റ് ചെയ്യാലോ നമുക്ക്. അന്നേരം ഒരു ഐഡിയ വരുമായിരിക്കും. അല്ല ഇപ്പൊ ഇവിടെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി. അനുഭവിക്കും, കണ്ടോ ഞാൻ പോയി കഴിയുമ്പോ നമ്മളെ പഠിപ്പിച്ചിരുന്ന ഞാൻ പോയി കഴിയുമ്പോ കാണാന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സന്തോഷമല്ലേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പൊ ഈ പെർഫോമൻസും റീൽസ് ഒക്കെ കണ്ടിട്ടാണോ ജിയോ ബേബി ആ ശ്രീധനിയിലേക്ക് വിളിച്ച മോളെ? അതെ, ജിയോ ചേട്ടൻ അങ്ങനെ വിളിച്ചത്. ഓ അതൊക്കെ ഒരു ഭാഗ്യല്ലേ അല്ലേ, റീൽസിലൂടെ അറിയപ്പെടാൻ മാത്രമല്ല സിനിമയിലേക്ക് വരിക. ചേച്ചി എന്താ ചെയ്യുന്നത് ഇപ്പൊ? ഹൗസ് വൈഫാ. അപ്പൊ ഈ വീട്ടിലെ ജോലിയുടെ തിരക്കിനിടയിലാണ് നമ്മൾ ഈ റീൽസിനൊക്കെ സമയം കണ്ടെത്തുന്നത്? അത്രേ ഉള്ളൂ. നമ്മള് വീട്ടിലെ ജോലി നമ്മൾ തന്നെയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ജോലി കുറച്ച് സമയം മാറ്റി വെക്കാമല്ലോ. നമുക്ക് ആരെയും ബോധ്യപ്പെടുത്തണ്ട എപ്പൊ ചെയ്യുന്നു ചെയ്തില്ല എന്നൊക്കെയുള്ള. നമുക്ക് ഇവർക്കും കൂടെ അവൈലബിൾ ആയിട്ടൊരു ടൈം നോക്കി ഞങ്ങൾ ചെയ്യും. ചിലപ്പോൾ എന്താ പറയുക, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇവർ വന്നിട്ട് ചെയ്യാന്ന് പറയും, ഡാൻസ് ഒക്കെ ആണെങ്കിലും. അല്ല ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ പറയും നമുക്ക് ചെയ്യാന്ന് പറയും. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് അത് അങ്ങോട്ട് പിന്നെ കോമഡി ഒക്കെ ചെയ്യുന്നത് മോസ്റ്റ് ഇവള് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഡാൻസ് ഉള്ളൂ ഞങ്ങൾ തമ്മിൽ, പിന്നെ രണ്ടാമത്തെ ആളും തമ്മിലുണ്ട്. ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ കോമഡി ഒക്കെ ചെയ്തു പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇപ്പൊ നമ്മൾ ആ വേറെ ഡ്രസ്സൊന്നും നോക്കത്തില്ല, വന്നു ചെയ്തു, അങ്ങനത്തെ രീതിയിൽ പോയി. സത്യം പറ, ചേച്ചി ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ല പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഓഡിയൻസിന്റെ ചേച്ചി അത് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് പറ്റിയ സ്റ്റെപ്സ് ഞാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ കൊണ്ടുണ്ട്. കാരണം എനിക്കറിയാം ഞാൻ ചെയ്ത ബോറാകുന്നുള്ള സംഭവം. ഇവർക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് മൂവ്മെന്റ്സ് പറ്റും. എനിക്ക് പക്ഷെ അത്രയ്ക്കൊന്നും പറ്റണില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ പറ്റുന്നതേ ചെയ്യുള്ളൂ. പിന്നെ കാണുമ്പോൾ അറിയാം, അവിടെ ഒന്നെടുക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒന്നെടുക്കും. ശ്രമിക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്, ഞാൻ ട്രൈ ചെയ്യും. പിന്നെ ഇവളുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവളോട് പറയാം എന്റെ സ്റ്റാൻഡേർഡിലേക്ക് ഇപ്പൊ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് കുട്ടികളും ടീച്ചേഴ്സൊക്കെ ചോദിക്കാറില്ലേ, അല്ലല്ല ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പ്ലസ് ടു ഒക്കെ ചെയ്തോണ്ടിരിക്കുന്ന ഞങ്ങള് കളിച്ചോണ്ടിരിക്കുന്നില്ല. അന്ന് ഞാൻ മാത്രം എന്തെങ്കിലും ഒരു കോമഡി വീഡിയോ ഇട്ടാലോ, എന്നാലും ഈ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കത്തില്ലേ, അതായത് അമ്മ എന്നാലും അമ്മ എങ്ങനെ കട്ടക്ക് പിടിച്ചു നിക്കുന്നേ? അതൊക്കെ ഈ അറ്റ്ലീസ്റ്റ് നാട്ടിലൂടെ നടന്നു പോകുമ്പോഴെങ്കിലും ചോദിക്കില്ലേ, കൂടെ ഉള്ള ആരെ ചേച്ചികളൊന്നും ചോദിക്കാറില്ല? അറ്റ്ലീസ്റ്റ് സ്ഥിരം ചോദ്യമായിരിക്കും. കേൾക്കുന്നതാ ചേച്ചിക്ക് അതിൽ കേൾക്കുമ്പോ സന്തോഷമാണോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണോ ഉള്ളത്? ചേച്ചി പറയാൻ പറഞ്ഞോ എനിക്ക് വലിയ സന്തോഷമില്ല. സന്തോഷമില്ല നമുക്ക് തോന്നുള്ളൂ. അത് നമ്മുടെ ഒപ്പം വളർന്ന മക്കളുടെ ഒപ്പം നമ്മള് ഒരേപോലെ നടന്നു പോകാൻ പറ്റുക എന്നുള്ളത് അതൊരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു. അത് ഭയങ്കര ഫീൽ ആയി. ഞാൻ നിൽക്കുമ്പോ എന്റെ അമ്മയും ചേച്ചി തനിക്ക് ഇഷ്ടമാണോ അത്? എനിക്കിഷ്ടമാണ്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അമ്മയും മോളും വൈറലാവാറുണ്ട്, അതുപോലെ അച്ഛനും മക്കളും വൈറലാകാറുണ്ട്, കുഞ്ഞുകുട്ടികൾ വൈറലാകാറുണ്ട്. എന്നാൽ പ്രായവും വയസ്സും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ചില അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കാണാം. നേരത്തെ കല്യാണം കഴിഞ്ഞതാണോ, അതോ ഡയറ്റും ആരോഗ്യവും ശ്രദ്ധയും ഒക്കെ കാരണം ഇത്രയും സുന്ദരിയും സുന്ദരനുമായിട്ടൊക്കെ ഇരിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല. ഇൻസ്റ്റഗ്രാമിലെ ഈ വൈറൽ റീൽ താരങ്ങൾ എന്നും ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അമ്മയും മോളുമാണെന്ന് പറയില്ല, കണ്ടാൽ ചേച്ചിയും അനിയത്തിയും നിന്ന് ഡാൻസ് കളിക്കുകയാണെന്നേ പറയുകയുള്ളൂ. ഈ അമ്മയുടെ പ്രായം കേട്ട് ഞെട്ടിയിരിക്കുകയാണ് അവതാരകനും.